നമസ്കാരം. നമ്മളെ സംബന്ധിച്ചോളം തമിഴ് സിനിമ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ എടുത്തു പറയേണ്ട ഒരു താരം തന്നെയാണ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് എന്ന് പറയുന്നത്. ഒരു സാധാരണ ബസ് കണ്ടക്ടർ ആയിരുന്ന രജനികാന്ത് പിന്നീട് സിനിമയിലേക്ക് എത്തുകയും പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പ്രത്യേക രീതിയിലുള്ള നടത്തവും അതുപോലെ തന്നെ സ്റ്റൈലും ഒക്കെ ആയിട്ട് പല പേരുകളിലാണ് രജനികാന്ത് ആ ഒരു കാലഘട്ടത്തിൽ തമിഴ് സിനിമയിൽ അറിയപ്പെട്ടിരുന്നത്. ചില ആളുകൾ അദ്ദേഹത്തെ ദളപതി എന്ന് വിളിക്കുന്നവരുണ്ട്, തലൈവർ എന്ന് വിളിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ, അതുപോലെ സ്റ്റൈൽ മന്നൻ, അങ്ങനെ പല പേരുകളാണ് രജനികാന്തിനുള്ളത്. അങ്ങനെ രജനികാന്ത് അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളും ആദ്യം വില്ലൻ വേഷത്തിലാണ് രജനികാന്ത് സിനിമയിലേക്ക് വരുന്നത്. നല്ല കരുത്തുറ്റ ആ ഒരു കാലഘട്ടത്തിൽ തമിഴ് സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വില്ലൻ വേഷമായിരുന്നു. നല്ല കരുത്തുറ്റ വില്ലൻ വേഷമൊക്കെ ചെയ്തത് തന്നെയാണ് രജനികാന്ത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. അങ്ങനെ എനിക്ക് പതിയെ പതിയെ അദ്ദേഹം ചെറിയ ചെറിയ നായക വേഷങ്ങളിലേക്ക് എത്തുകയും പിന്നീട് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ എനിക്ക് രജനികാന്ത് 1992 ഒരു സിനിമയിൽ അഭിനയിച്ചു. രജനികാന്തിന്റെ കൂടെ നടി മീനയായിരുന്നു ആ ഒരു സിനിമയിൽ നായികയായിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് ആ ഒരു സിനിമ ഒട്ടും വിജയിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. സിനിമ പൂർണ്ണമായിട്ടും തിയേറ്ററിൽ പരാജയപ്പെടും എന്നായിരുന്നു ഇവരെല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഈ അണിയറ പ്രവർത്തകരെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ഈ സിനിമ ഏകദേശം 175 ദിവസങ്ങളോളം തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടിയെത്തും. അതിനുശേഷം ഇപ്പോൾ ആ സിനിമയുടെ 33ാമത്തെ വർഷം ആഘോഷിക്കുകയാണ് അതിന്റെ അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത്. അതായത് ഒരു 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 തരത്തിൽ പൊട്ടി പാളീസായി പോകുമെന്ന് കരുതിയ സിനിമ ഏകദേശം 175ഓളം ദിവസം തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയി ഓടുകയും ആ സിനിമ ഇപ്പോൾ അതിന്റെ 33ാമത്തെ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന വലിയ സന്തോഷത്തിലാണ് ഇപ്പൊ രജനികാന്തും ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്ന ഒരു രജനികാന്ത് ചിത്രം, ആദ്യം ആരാധകർ പോലും ഇഷ്ടപ്പെടാതിരുന്ന സിനിമ, പക്ഷേ തിയേറ്ററിൽ 175 ദിവസം തുടർച്ചയായി ഓടി. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ 33ാം വാർഷികം ആഘോഷിക്കുകയാണ് അണിയറ പ്രവർത്തകർ. 1992 ജനുവരിയിൽ പൊങ്കൽ സമയത്ത് റിലീസായ ജിന്ന കൗണ്ടർ എന്ന RLV ഉദയകുമാർ സംവിധാനം ചെയ്ത സിനിമ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അതിനുശേഷമാണ് RV ഉദയകുമാർ AVM പ്രൊഡക്ഷനുമായി കൈകോർക്കുന്നത്. രജനികാന്തിനെ നായകനാക്കി ജില്ലാ കലക്ടർ എന്ന പുതിയൊരു തിരക്കഥ അദ്ദേഹം അവതരിപ്പിച്ചു. എന്നാൽ സിനിമയുടെ ബജറ്റ് വളരെ കൂടുതലാണെന്ന് നിർമ്മാതാവ് M ശരവണന് തോന്നി. അങ്ങനെ മറ്റൊരു കഥ അവർ തിരഞ്ഞെടുത്തു. അതാണ് യജമാൻ. ചില എതിർപ്പുകൾക്ക് ശേഷമാണ് ചിത്രത്തിന്റെ കാസ്റ്റിംഗിൽ തീരുമാനമായത്. മീനയെ നായികയായി തിരഞ്ഞെടുത്തത് പക്ഷേ രജനികാന്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. 1984 പുറത്തിറങ്ങിയ അൻപുള്ള രജനികാന്ത് എന്ന ചിത്രത്തിൽ മീന ബാലതാരമായി അഭിനയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർ ആ ജോഡിയെ സ്വീകരിക്കുമെന്ന് രജനികാന്തിന് ഉറപ്പില്ലായിരുന്നു. വല്ലവരായൻ എന്ന പ്രതിനായക കഥാപാത്രത്തെ നെപ്പോളിയൻ അവതരിപ്പിക്കുന്നതിനെയും അദ്ദേഹം എതിർത്തു. നടൻ വളരെ ചെറുപ്പമാണെന്ന് വാദിച്ചു. എന്നാൽ ഉദയകുമാർ 2 തീരുമാനങ്ങളിൽ നിന്നും പിന്മാറാൻ വിസമ്മതിച്ചു. എന്നാൽ ബോക്സ് ഓഫീസിൽ യജമാന്റെ വിജയം അപ്രതീക്ഷിതമായിരുന്നു. തിലകവതി എന്ന സ്ത്രീ യജമാനനെ കുറിച്ചുള്ള ഒരു അവലോകനം എഴുതിയതാണ് സിനിമയുടെ തലവര മാറ്റിയത്. നിർമ്മാതാവ് M ശരവണൻ അത് കാണുകയും അത് പ്രൊമോഷണൽ മെറ്റീരിയലായി ഉപയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം ആദ്യ ദിവസങ്ങളെക്കാൾ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിലെത്തി. സത്യം പറഞ്ഞാൽ തിലകാവതിയുടെ ചിത്രത്തോടുള്ള സത്യസന്ധമായിട്ടുള്ള നിരൂപണം തന്നെയാണ് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ പറയാം. ആദ്യകാലങ്ങളിൽ വളരെ കുറഞ്ഞ പ്രേക്ഷകർ മാത്രം തിയേറ്ററുകളിലെത്തി കണ്ടിരുന്ന യജമാൻ എന്ന് പറയുന്ന ചിത്രം പിന്നീട് കൂടുതൽ പ്രേക്ഷകർ സിനിമ കാണാനെത്തുകയും വലിയ വിജയമായി മാറുകയുമായിരുന്നു. ഏകദേശം 175ഓളം ദിനം ഹൗസ്ഫുള്ളായി തന്നെ ഈ ചിത്രം തിയേറ്ററുകളിൽ ഓടി. ഇത് നിർമ്മാതാവിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക വിജയവും നേടിക്കൊടുത്തു.